ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് അടിപൊളി ഒരു നാടൻ ചക്ക വേവിച്ചതാണ് കേട്ടോ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെ ഞാൻ ചക്ക വേവിക്കുന്നത് കാണിച്ചു തരാവേ. എനിക്ക് ഞങ്ങളുടെ അമ്മയൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ കറക്റ്റ് രീതിയാണ് വെക്കുന്നതെന്നും എനിക്കറിയത്തില്ല. അപ്പോൾ എൻ്റെ സ്റ്റൈലിൽ ഞാനങ്ങ് ചക്ക വേവിക്കാൻ പോവാം. അപ്പോൾ ഇന്നലെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ചക്ക ഞാൻ അതുപോലെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്താ, നമുക്ക് ചക്കയൊന്ന് വേവിക്കാൻ വെക്കണം. അരിഞ്ഞ ചക്ക ഒരു പാത്രത്തിൽ, നല്ല വാവിസ്താരമുള്ള പാത്രമാണെങ്കിൽ നമുക്ക് ഇളക്കാനൊക്കെ എളുപ്പം കേട്ടോ. അപ്പോൾ വാവിസ്താരമുള്ളൊരു പാത്രത്തിൽ അതിന് ആവശ്യമുള്ളൊരു അനുസരണം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അരപ്പ് വേണം. അപ്പോൾ തേങ്ങ എടുത്തിട്ടുണ്ട്. നമുക്ക് തേങ്ങയുടെ ഒരു 1/4 തേങ്ങ മുതൽ അരമുറി തേങ്ങ വരെ എടുക്കാം. അപ്പോൾ തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടത് വെച്ച് വെളുത്തുള്ളി തോനെയായാലും കുഴപ്പമില്ല, ഗ്യാസൊക്കെ വരാതിരിക്കാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി ഞാൻ തോല് കളഞ്ഞിട്ടില്ല, പക്ഷെ കഴുകിയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ കുരുമുളക് ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ചക്കയ്ക്ക് വേറൊരു ടേസ്റ്റാണ് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുരുമുളകും കൂടെ എന്നിട്ട് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമുക്ക് നല്ലതായിട്ടൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ലൂസായിട്ട് എടുക്കരുത്, ചതച്ചെടുക്കാവും കേട്ടോ. ചതച്ചെടുക്കുന്നതാണ് കേട്ടോ ഇതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പം നമ്മൾ ചതച്ചെടുത്താൽ നമ്മുടെ അരപ്പ് എന്ത് വേണം, നമുക്കിനി ചക്കയിലോട്ട് ഇട്ട് കൊടുക്കാം. ചക്കയ്ക്കകത്ത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് നിരത്തി വെക്കണം. ഇനി വേണമെന്ന് വെച്ചാൽ നമുക്കെന്താ, ഞാനിപ്പം ഇനി വെള്ളം ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ എന്തെന്ന് വെച്ചാൽ അറിയാമോ, നമ്മുടെ മിക്സിയില്ലേ, അരച്ച മിക്സിക്കകത്ത് ആ ജാറിനകത്തുള്ള വെള്ളവും കൂടെ നമുക്കൊന്ന് കഴുകി അതും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇപ്പോൾ എല്ലാവർക്കും വയ്ക്കാനൊക്കെ അറിയാമെന്നറിയാം, എങ്കിലും എല്ലാവരുമൊക്കെ ചക്ക വേവിച്ചൊക്കെ കഴിക്കുക കേട്ടോ. എനിക്ക് അത്രയേ ഉള്ളൂ പറയാനും. ഇനി എന്താ, നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണല്ലോ ഉപ്പ്. ചക്കയൊക്കെ ഇച്ചിരി ഉപ്പ് കുറഞ്ഞാൽ പിന്നെ ടേസ്റ്റ് കാണത്തില്ല, ഇച്ചിരി ഉപ്പൊക്കെ വേണം. അപ്പം ഞാൻ എൻ്റെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. നമുക്കെന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം കേട്ടോ. ഫുള്ള് എല്ലായിടത്തും വരുന്ന രീതിയിൽ ഇളക്കി നല്ലതായിട്ട് എടുക്കണം. വേണ്ടേ, ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ ചക്ക ഇവിടെ സെറ്റായിട്ടുണ്ട്. കണ്ടാൽ തന്നെ അറിയാമല്ലോ, നല്ല സൂപ്പറായിട്ട് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ചൂട് ചക്കയ്ക്കകത്ത് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണേ. അപ്പോൾ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഫുള്ളായിട്ട് കാണുമേ. പിന്നെന്താ, നമ്മുടെ ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഫ്രണ്ട്സിനും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സിനും ഒക്കെ ഒരുപാട് താങ്ക്സ് പറയുന്നുണ്ട്. പിന്നെന്താ, പുതിയതായിട്ട് ചാനൽ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ചക്ക വേവിച്ചത്. അത് ഞാൻ ഇങ്ങനെ വെക്കുന്ന രീതിക്ക് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് കോരിയെടുത്താൽ മാത്രം പോരല്ല, കഴിക്കാൻ വേണം. ഞാൻ ചക്ക വെട്ടിക്കഴിഞ്ഞാൽ ചക്ക മതി നമുക്ക്. ചക്കയും നല്ല വെളിച്ചെണ്ണ, ആഹാ, നല്ല വായിക്കൂടെ ഇപ്പോഴേ വെള്ളം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ചക്കയൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ സപ്പോർട്ട് ചെയ്യുക. ഇനി ഞാൻ ഇന്നലത്തെ കറിയുടെ കൂട്ടത്തിലൊന്ന് തട്ടട്ടെ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരാം കേട്ടോ. അപ്പോൾ അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സീ യു.